ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി ദൈവപാദപീഠത്തിങ്കലായിരിക്കുവാൻ സ്വർഗമോട് ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നല്ല പ്രാർത്ഥനയോടെ ഉപവാസത്തിന്റെ ഈ 4-ാം ദിനത്തിങ്കൽ നാം കൂടി വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആ വൻ പ്രവൃത്തി നടക്കും എന്ന് നമുക്ക് വിശ്വാസത്തോടെ ആയിരിക്കാം. മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി കുടുംബം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ ഇടയിൽ വർഷിപ്പ് ചെയ്ത പ്രിയ കർത്താവിന്റെ ദാസൻ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതേപോലെ പ്രാർത്ഥിച്ച് സഹായിച്ച ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. അല്പസമയം നമുക്ക് പ്രാർത്ഥനയോടെ ദിവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിന് നന്ദി പറയുന്നു. ഈ ഉപവാസത്തിന്റെ 4-ാം ദിനം കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ഞങ്ങൾ ഒരു പ്രാവശ്യവും കൂടി കർത്താവെ, അങ്ങയുടെ മക്കളാവുന്ന അടിയങ്ങൾക്ക് ഒരു പ്രാവശ്യവും കൂടി തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് തിരുപാദത്തിങ്കൽ ഇരിക്കുവാൻ ഹല്ലേലൂയ നന്ദിയോടെ അവിടുന്ന് അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ പാദപീഠത്തിങ്കൽ ഇരുന്ന് സ്വർഗസിംഹാസനങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിലും എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ പോകുന്ന തന്റെ വൻകൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിനെ എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് കൈമാറുകയാ. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെയും യേശുവിന്റെ നാമത്തിൽ കർത്താവ് യേശുവിന്റെ തിരുരക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അന്ധകാര മണ്ഡലങ്ങൾ, പൈശാചിക പോരുകൾ വിടുതലിന് തടസ്സമായി എങ്ങും പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുവാൻ അനുവദിക്കരുത്. റിബലഹദുരിക ശതനാദന ഘടക റംശൽ ഘടകം ദുരാതുരിക ശതനെ. ഹല്ലേലൂയ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ പൊന്നു പിതാവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തി ഇന്ന് പകൽക്കാലം നടക്കുവാൻ ഈ പ്രഭാതത്തിലും കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല, ലജ്ജിക്കാത്ത സാക്ഷികളായിട്ട് ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിലും ദൈവകരം ചലിപ്പിക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കർത്താവ് തന്ന ആ ചിന്തയിലേക്ക് കടന്നു പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ മൂന്നാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നെരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. പ്രൈസ് ദി ലോർഡ്. അല്പസമയം ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ഹല്ലേലൂയ ഈ പ്രഭാതത്തിലും ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തിയുള്ളതാണെന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടെ ആ ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ ക്ഷണത്തിലാണ് വിടുതൽ സംഭവിക്കുന്നത് എന്നുള്ള വിശ്വാസത്തോടു കൂടി അല്പസമയങ്ങൾ, ഇനിയുള്ള 1 മണിക്കൂറുകൾ ദൈവപാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഒരു ദൈവപ്രവൃത്തി ഈ ഉപവാസത്തിന്റെ 4-ാം ദിനവും സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അല്പസമയം നമുക്ക് നമ്മെ തന്നെ അല്പസമയം ഒന്ന് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ. ദൈവമക്കളെ, നമുക്കൊരു സമർപ്പണത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. നാം എല്ലാ ദിവസവും ഉപവാസത്തിന്റെ ആദ്യ ദിവസം തന്നെ സമർപ്പണത്തോടെ കടന്നു വന്നവരാണെങ്കിൽ തന്നെയും ഹല്ലേലൂയ എല്ലാ ദിവസവും നമ്മുടെ സ്റ്റാർട്ടിങ് ആരംഭിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എപ്പോഴും പിതാവിനോട് നമ്മളൊന്ന് അപേക്ഷിച്ചപ്പാ, ഞാൻ എന്നെ തന്നെ, എന്റെ ദേഹം ദേഹി ആത്മാവ് സമ്പൂർണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദൈവകരത്തിങ്കിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അല്പസമയമേ എല്ലാം ഞാനേകിടുന്നു, മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു.
ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരദേഹം ദേഹി ആത്മാവ് സമ്പൂർണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ ദൈവകരം ചലിക്കാൻ പോകുകയാ. റിബലഹദുരിക ശതനാദന ഘടക. ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ക്ഷണത്തിൽ, വേഗത്തിൽ, പെട്ടെന്ന് ചില കാര്യങ്ങൾ ഹല്ലേലൂയ എത്ര ചുമന്നു കൊണ്ടുവന്നിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് ചുമന്ന് ഹല്ലേലൂയ ഭാരപ്പെട്ട് നീറിയിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഇന്ന് ഈ പ്രഭാത സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, നാം സമർപ്പണത്തോട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇന്ന് ഈ പ്രഭാതം ഒരു വിടുതലിന്റെ പകൽക്കാലം മാറി. ബലഹദുരിക ശതനാദന ഘടക. അല്പസമയം ഭാഷയിലൊന്ന് ആരാധിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ ഇരിക്കുന്ന ഇടത്തു നിന്ന് എനിക്ക് ഇന്ന് തന്നെ ആ ദൈവ പ്രവൃത്തി ഒന്ന് കാണണം. ആമേൻ. ഹല്ലേലൂയ ഇന്ന് തന്നെ ദൈവ പ്രവൃത്തി എന്റെ കുടുംബത്തിന്റെ അകത്ത്, എന്റെ കുഞ്ഞുങ്ങളുടെ അകത്ത്, എന്റെ മിനിസ്ട്രിക്കകത്ത് ഇന്ന് തന്നെ ഹല്ലേലൂയ ദൈവ പ്രവൃത്തി ഒന്ന് കാണണമേ എന്ന് സമർപ്പിച്ചൊന്നായിരുന്നേ. റിബലരധുരിക സത്തനാലരമനമ. അന്യഭാഷയിൽ ആരാധിക്കുവാൻ ഹല്ലേലൂയ ഉള്ളവർ ഒന്ന് ആരാധിച്ചിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ആ ദൈവ സാന്നിധ്യം നമുക്ക് ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിന്റെ അകത്തേക്ക് ആ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്ന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് ഈ പ്രഭാതം നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുകയാ. റിബലഹദുരിക ശതനാദന ഘടക. ഓ ഹല്ലേലൂയ. ഓ വിടുതലിന് തടസ്സമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ, എല്ലാ പൈശാചിക പോരുകളെ നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് അതിൽ ശാസിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി കാണേണ്ടതിനൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ രക്തത്താൽ ജയമാമനാമേ. ഹല്ലേലൂയ. ദൈവദാസന വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഒന്ന് രണ്ട് പദങ്ങളുണ്ട്. തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമോ? ഹല്ലേലൂയ. പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കിക്കളയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ സൗഖ്യമായി നമ്മെ മാറോട് ചേർത്തു നിർത്തുന്ന ആ പൊന്നു പിതാവിന്റെ ഹല്ലേലൂയ സന്നിധിയിലായി ഇന്ന് ഈ പ്രഭാതം നാം വന്നിരിക്കുന്നത്. ഏത് പെരുവെള്ളങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ നമ്മെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഏത് തീയുടെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഹല്ലേലൂയ ഹല്ലേലൂയ നാം വെന്തു പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. ശത്രു പറയും ഇവർ വെന്തു പോകും. ആമേൻ. ഹല്ലേലൂയ. ശത്രു പറയും ഇപ്പോൾ ഇത് ഭസ്മമായി പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എരിയുന്ന തീച്ചൂളക്കകത്തേക്ക് തള്ളിയിടുമ്പോൾ ഒരു സൈഡിൽ ശത്രുഗണം നിന്നുകൊണ്ട് ഹല്ലേലൂയ വിചാരിച്ചു കാണും ഇനി അവർ പുറത്തു വരത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ ഒരു തീജ്വാലയ്ക്ക് നമ്മളെ ഭസ്മമാക്കി കളയുവാൻ കഴിയാത്തവണ്ണം ദൈവ സാന്നിധ്യം ഇന്ന് ഈ പ്രഭാതത്തിലും ചലിക്കാൻ പോകുകയാ. തീയുടെ നടുവിൽ ഹല്ലേലൂയ 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 അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ദൂതന്മാർ ഇറങ്ങേണ്ടുന്ന ഇടത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന സമയമാ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇറങ്ങേണ്ടുന്ന ഇടത്ത്, ദൂതന്മാരെ ഇറക്കേണ്ടുന്ന ഇടത്ത് ഹല്ലേലൂയ വചനം പ്രവർത്തിക്കേണ്ടുന്ന ഇടങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് ഈ പ്രഭാതം അവിടെ നിന്ന് ഉപയോഗിക്കാൻ കഴിയും. അല്ലെങ്കിൽ വിശ്വാസത്തോടെ എത്ര വർഷങ്ങൾ കൊണ്ട് നാം ചുമക്കുന്ന ഭാരമാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ക്ഷണത്തിൽ വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞാൽ ക്ഷണത്തിലാണ് വിടുതൽ. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചു ഹല്ലേലൂയ. എന്താ വായിച്ചത്? അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കിടക്കെടുത്ത് നടക്ക. അവന്റെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ. ആ ഒരു പദം ശ്രദ്ധിക്കണം. ആ ഒരു പദത്തിലേക്കായി ഇന്ന് പകൽക്കാലം വരുന്ന ക്ഷണത്തിലാണ് വിടുതൽ. ഹല്ലേലൂയ. സാധാരണക്കാരായ രണ്ട് വ്യക്തികളെ കൊണ്ട് അസാധാരണമായ നിലയിൽ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാ. ഒന്നും കൂടെ പറയാം. സാധാരണക്കാരായ രണ്ട് വ്യക്തികൾ. ആര്? പത്രോസും യോഹന്നാനും.
ഹല്ലേലൂയ. പക്ഷെ അസാധാരണമായ നിലയിൽ അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടി. അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത തലങ്ങൾ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, സംഭവിച്ചിട്ടില്ലാത്ത, മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവിടെ ചരിത്രം മാറുകയാ. ആമേൻ. അതിൽ മുടന്തന് മാത്രമല്ല അവിടെ സൗഖ്യം ലഭിക്കുന്നത്, അതിൽ 2 പേരുടേതായ വിധി, അതിലൊരു ചരിത്രം, ഹിസ്റ്ററി അവിടെ മാറുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവപാദപീഠത്തിങ്കൽ നീ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു മുന്നേറിയ, അല്ലെങ്കിൽ മർക്കോസിന്റെ മാളിക മുറിയുടെ അകത്തു നിന്ന് ഇറങ്ങി വന്ന 2 പേർ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു നിന്നിട്ട് പുറത്തു വന്ന 2 പേർ, പത്രോസും യോഹന്നാനും കൂടി ചേർന്ന് നിന്നപ്പോൾ, ചേർന്ന് നടന്നപ്പോൾ അവിടെ ഒരു വിടുതൽ നടക്കുക. ഐക്യമത്യത്തോടെയുള്ള പ്രാർത്ഥനയുടെ നടുവിൽ വിടുതലുണ്ട്. ഐക്യമത്യത്തോടെ നിങ്ങൾ 2 പേർ ഈ ഭൂമിയിൽ വെച്ച് ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരുമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ 2 പേരല്ല. ഹല്ലേലൂയ, നമ്മൾ 2 പേരല്ല. പ്രൈസ് ദി ലോർഡ്. ഈ 41 ഡിവൈസിന്റെ അകത്തും ഇരിക്കുന്ന ഈ 41 കുടുംബങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട്, ഹല്ലേലൂയ, ഇന്ന് ഈ പ്രഭാതത്തിലും ആ ദൈവ മഹത്വം കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അൽപ്പന ഹതുനിക ശത്തന റമന ഹതുന, ഒരു മനസ്സോടെ ഹല്ലേലൂയ, ഐക്യമത്യപ്പെട്ട് ഈ പ്രഭാതത്തിൽ ഒന്ന് കടന്നു വരാൻ കഴിയുമെങ്കിൽ ഒരു വിടുതൽ കാണും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനസ്സോടെ, ഒന്നും കൂടെ പറയുന്നു, ക്ഷണത്തിൽ ചില വിടുതലുകൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ചില കുടുംബങ്ങളുടെ അകത്തേക്ക് അത് വ്യാപരിക്കാൻ പോകുകയാ. ഒരു മനസ്സോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. അപ്പൊ അനേകരുടെ വിഷയങ്ങളുമായിട്ടായിരിക്കും ഇന്നിരിക്കുന്നത്, സ്വന്തം വിഷയങ്ങളുമായിട്ടായിരിക്കും, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുമായിട്ടായിരിക്കും. പക്ഷെ വിടുതൽ ക്ഷണത്തിലാ. യേശുവിങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ, യേശുവിൽ വിശ്വാസം വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. അല്ലെങ്കിൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ലജ്ജിപ്പിക്കുവാൻ പിശാച് നോക്കും. ഇവിടെ വർഷങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയെ ചുമക്കുകയാ കുറെ പേർ. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭം മുതൽ, അങ്ങനെയാ നമ്മൾ അതിന്റെ 3:1 വായിക്കുന്നത്. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭം മുതൽ ചിലർ ചുമന്നു കൊണ്ടുവരും. എങ്ങനെ? ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. 3:1 എന്ന് പറഞ്ഞാൽ 2-3 ദിവസങ്ങൾ കൊണ്ടൊന്നുമല്ല, 4 വർഷങ്ങളല്ല. അമ്മയുടെ ഗർഭം മുതൽ, ജനിച്ച നാള് മുതൽ ഒരു വ്യക്തിയെ ചുമക്കുകയാ. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ചുമന്നു കൊണ്ടുവരിക. ദൈവമക്കളെ, ആ ചുമന്നു കൊണ്ടുവന്ന വ്യക്തിക്കാണ് അവിടെ വിടുതൽ കടന്നത്. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് ചില ഭാരങ്ങളും ഇട്ട് മനസ്സിൽ പേറി, ഓ എങ്ങനെയാ കർത്താവേ, ഓ റബ ശത്തനാറബ, ഇനി ഇങ്ങനെ പോയാൽ എങ്ങനെയാകും എന്റെ ജീവിതം, ഇവിടം കൊണ്ടെല്ലാം അസ്തമിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആരാ ഇന്ന് പകൽക്കാലം പറയുന്നത്, എന്റെ ജീവിതം കുറെ വർഷങ്ങളായി, ഹല്ലേലൂയ, എന്റെ വിഷയത്തിന് മറുപടിയില്ലേ, എന്റെ കണ്ണുനീരിന് മറുപടിയില്ലേ അപ്പാ, അല്ലെങ്കിൽ മതി കർത്താവേ, എല്ലാം അവസാനിച്ചു ഇവിടം കൊണ്ട്. ഒരു വിടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നീ ചുമക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി, അല്ലെങ്കിൽ അഖിലാണ്ട്, ഇന്ന് പകൽക്കാലം അഖിലാണ്ടത്തിന്റെ ഉടയവനായ യേശു ക്രിസ്തുവിന്റെ ദൃഷ്ടി ഒന്ന് പതിഞ്ഞാൽ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവിന്റെ ദൃഷ്ടി ഒന്ന് പതിഞ്ഞാൽ, ചുമക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഇന്ന് മറുപടിയാ. ഓ, ആരൊക്കെയോ കൂടി ചുമന്നുകൊണ്ട് വരികയാ. അല്ലെങ്കിൽ ചുമക്കുന്നവർക്കൊന്നും പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ പോയാ മതിയെന്നേ. ഹല്ലേലൂയ. വല്ലതും കിട്ടും, അത് മാത്രം മതി. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും കൊടുത്താൽ അത് മതി, അതേ കിട്ടൂ, അതൊക്കെയാ പ്രതീക്ഷ. ഹല്ലേലൂയ. എനിക്ക് ഇന്നും അങ്ങനെ മതി. ഹല്ലേലൂയ. ഈ മുടന്തൻ അവിടെ വന്നിരിക്കുമ്പോൾ ആ മുടന്തനും ഒരു പ്രതീക്ഷയൊന്നുമില്ല. ഇന്നലെ വരെ ഞാൻ വന്നിരുന്നു, എനിക്ക്
എനിക്ക് ആരൊക്കെയോ എന്തൊക്കെയോ തന്നു. ഹല്ലേലൂയ. ഇന്നും അങ്ങനെ തന്നെ അതും കിട്ടി സന്തോഷത്തോടെ ഇനി വീട്ടിൽ പോകണം. നാളെയും വരണം, ഇരിക്കണം ഈ ദൈവാലയ ഗോപുരത്തിന്റെ തിങ്കത്തിന്റെ മുന്നിൽ. നാളെയും വരും, മറ്റന്നാളും വരും, എന്നും വരും, ദിനം പ്രതി. നമ്മൾ അങ്ങനെയാ വായിക്കുന്നത്, ദിനം പ്രതി. ഹല്ലേലൂയ. ദിനം പ്രതിയാ അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. എല്ലാ ദിവസവും വരിക പോകുക, വിടുതലൊന്നുമില്ല. എന്തൊക്കെയോ പ്രാപിക്കുന്നു, എന്തൊക്കെയോ കിട്ടുന്നു, പോകുന്നു, വരുന്നു. ഇന്ന് പകൽക്കാലം ചരിത്രം തിരിയാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാൽ വിടുതല. എവിടെ ഈ ഹരിയാനയുടെ ഒരു കോണിൽ നിന്ന് ഈ വചനം വിളിച്ചു പറയുമ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഈ വചനത്തിനൊപ്പം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, ആമേ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ മോർണിംഗ് സമയത്ത്, ഈ ഹല്ലേലൂയ, ഈ 6:20 ആകുന്ന ഈ പ്രഭാത സമയത്ത് ദൈവ പ്രവൃത്തി കാണുമെന്നൊന്ന് വിശ്വസിച്ചേ. നീ ചുമക്കുന്ന വിഷയത്തിന് മറുപടിയാ. അത് എങ്ങനെയാ മറുപടി? ക്ഷണത്തിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിക്കുക. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. ഹല്ലേലൂയ. 2 പേർ ഐക്യമത്യപ്പെട്ട് ഒരുവനെ ഉറ്റുനോക്കിയപ്പോൾ ആ നോട്ടത്തിന്റെ കൂടെ സർവശക്തന്റെ ദൃഷ്ടി പതിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി, ഇത് പകൽക്കാലം ഈ വചനത്തിനോടൊപ്പം ഹല്ലേലൂയ സർവശക്തന്റെ ദൃഷ്ടി ചില കുടുംബത്തിന്റെ അകത്ത്, നിങ്ങൾ ചുമക്കുന്ന വിഷയത്തിന്റെ അകത്ത് വർഷങ്ങൾ കൊണ്ട് ഇരുത്തിക്കളഞ്ഞ വിഷയങ്ങൾ, വർഷങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാതെ വണ്ണം ഒടുക്കിക്കളഞ്ഞ വിഷയങ്ങൾ, വർഷങ്ങൾ കൊണ്ട് മുന്നേറുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ഒരു ബൗണ്ടറിക്കകത്ത് ഇരിക്കുകയാ. ഹല്ലേലൂയ. ഇവിടെ നിന്ന് പുറത്തു പോകരുത്. ഹല്ലേലൂയ. വരണം, ഹല്ലേലൂയ, എന്തെങ്കിലും കിട്ടണം, പിന്നെയും ഒരേ സിറ്റുവേഷനിൽ കൂടെ പോകുകയാ. ഇന്ന് പകൽക്കാലം സർവശക്തന്റെ ദൃഷ്ടി പതിയാൻ പോകുകയാ. ദൈവമക്കളെ, യേശു കർത്താവിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചിട്ട് പറ, അപ്പാ ഈ ബൗണ്ടറിയുടെ അകത്ത് നിന്ന് ഞാൻ പുറത്തു പോകുകയാണെന്ന് ഡിക്ലെയർ ഇരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട്. ഹല്ലേലൂയ. ചില കുടുംബങ്ങളുടെ അകത്തേക്ക് ദൈവ സാന്നിധ്യം ചലിക്കുക. ഈ പ്രഭാതം ഇരുത്തിയ ചില വിഷയങ്ങൾ, ഇരുത്തിക്കളഞ്ഞ ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇനി നീ ഇവിടെ നിന്ന് പുറത്തു വരരുതെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ അകത്ത് സർവശക്തന്റെ ദൃഷ്ടി പതിയുന്ന സമയങ്ങളാ. വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടവൾക്കാം അവിടെ റിപ്ലൈ കിട്ടിയത്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ, ഹല്ലേലൂയ, വർഷങ്ങൾ കൊണ്ട് രക്തസ്രാവക്കാരിയായ സ്ത്രീയെ ഒരു ബൗണ്ടറിക്കകത്തിട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. ആമേൻ. പല വൈദ്യന്മാർക്കൊക്കെ കൊടുത്ത് എല്ലാം കളഞ്ഞെന്നേ. പക്ഷെ സർവശക്തന്റെ ദൃഷ്ടി അവിടെ പതിഞ്ഞപ്പോൾ വിശ്വാസത്തോടെ ചെന്ന് ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടവൾക്ക് അവിടെ വിടുതൽ നടന്നുവെങ്കിൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചലിക്കുന്നുണ്ട്. ഓരോ കുടുംബത്തിന്റെ അകത്തേക്ക് ആ ശക്തി ചലിക്കുക. യേശു പറഞ്ഞു ചോദിച്ചൊരു വാക്കോട്ട്, എന്നെ തൊട്ടതാർ. ആമേൻ. മനുഷ്യർ കണ്ടില്ലെന്ന്, മനുഷ്യർ കേട്ടില്ല. ദൈവമക്കളെ, നിങ്ങൾ എടുക്കുന്ന തീരുമാനം മനുഷ്യർക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും, മനുഷ്യർ കാണുന്നില്ലായിരിക്കും. ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എടുത്ത ചില തീരുമാനങ്ങളില്ലേ, അപ്പ എന്റെ ഈ കാര്യം നടന്നാൽ. ആരെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസത്തോടെയാ തൊട്ടതെങ്കിൽ, വിശ്വാസത്തോടെയാ തീരുമാനങ്ങൾ, ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേഗത്തിൽ അത് ചെയ്തു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ആരെങ്കിലും ചില തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുവാൻ ബാക്കിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, വേഗത്തിൽ നിങ്ങൾ അത് ചെയ്യുക. വേഗത്തിൽ തീരുമാനം എടുത്തിട്ട് പിന്നെ ഒതുങ്ങിക്കൂടരുത് റൂമിന്റെ അകത്ത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ചില തീരുമാനങ്ങൾ എടുത്ത വ്യക്തികൾ ഇതിന്റെ നടുവിൽ ഇരിക്കുന്നുണ്ട്. അതിനെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വേണം, ഇന്നും അത് നിറവേറ്റി കൊടുക്കുവാൻ കഴിയാതെ വേണം. ആമേൻ. ഹല്ലേലൂയ. ചില അനുഗ്രഹത്തിന് തടസ്സമായി നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾ അത് നടപ്പാക്കാതെ ഇരിക്കുന്നത് ചില അനുഗ്രഹത്തിന് തടസ്സമായിട്ടുണ്ട്. അത് ചിലപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ, മിനിസ്ട്രി പരമായിട്ടോ, അല്ലെങ്കിൽ ചില മിനിസ്ട്രിക്ക് സഹായിക്കാമെന്ന് ആരെങ്കിലും തീരുമാനമെടുത്തതാണോ? രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വേല
ഞാൻ ഒക്കുന്നിടത്തോളം ചെയ്യാമെന്ന് തീരുമാനമെടുത്തിട്ട് അത് ചെയ്യാതെ ഇരിക്കുകയാണോ? ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, വേഗത്തിൽ വേഗത്തിൽ നീ ചെയ്യ. നിന്റെ കുടുംബത്തിന് രക്ഷ വരാൻ പോകുകയാ. ചില തീരുമാനങ്ങൾ നമുക്ക് സക്കായിയെ പറ്റി പഠിക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സക്കായി വേഗത്തിൽ വേഗത്തിൽ മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. അപ്പോഴവിടെ വിടുതൽ നടന്നത്. സക്കായി നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യ. ഹല്ലേലൂയ, നീ വേഗത്തിൽ ചെയ്യ്. വിടുതൽ ഉറപ്പാ കുടുംബത്തിന്റെ അകത്ത്. ഹല്ലേലൂയ. സക്കായി വേഗത്തിൽ ബന്ധപ്പെട്ട് തീരുമാനമുണ്ട്, പക്ഷേ അത് ചെയ്യാൻ ബന്ധപ്പാടാ കുറച്ച്. ഹല്ലേലൂയ. ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും വേണ്ടില്ല, വേഗത്തിൽ ബന്ധപ്പെട്ട് ഇറങ്ങിയവന്റെ കുടുംബത്തിന് രക്ഷ. അപ്പൻ പറഞ്ഞു, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നു. ഉടമന യേശുവിന്റെ ഹല്ലേലൂയ വാക്ക് കേട്ടു വേഗത്തിൽ ഹല്ലേലൂയ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. ഹല്ലേലൂയ അപ്പന്റെ വാക്കിന് വില കൊടുത്ത ആ കുടുംബത്തിന്റെ അകത്ത് നീയും ഇവനും അബ്രഹാമിന്റെ സന്തതി ആയിരിക്കാൻ ഈ കുടുംബത്തിന് രക്ഷ വന്നു. ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് വളരെ വ്യക്തമായി ഹല്ലേലൂയ ദൂത് വിളിച്ചു പറയുന്നു. അൽമാന ഹതുനക ശത്തനാര മനക തുനീരക ശത്തൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ചെയ്യാ. പത്രോസും യോഹന്നാനും ഒരുമിച്ച് പോകുകയാ. ഹല്ലേലൂയ. അവിടെ ഒരുമിച്ച് നിന്നപ്പോൾ ചില വിടുതൽ. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ചെല്ലുന്ന ഇടത്ത് ചില വിടുതൽ കാണാൻ പോകുകയാ. വിശ്വാസത്തോടെ, അത് സഹോദരങ്ങളാകട്ടെ സഹോദരിമാരാകട്ടെ, വിശ്വാസത്തോടെ നിങ്ങൾ ചില കുടുംബത്തിന്റെ അകത്ത് ഒരുമിച്ച് പ്രാർത്ഥനയിൽ കരം കോർക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നിങ്ങൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അകത്ത് നിങ്ങൾ കരം കോർക്കുകയാണെങ്കിൽ ചില വിഷയങ്ങൾ വേഗത്തിൽ ക്ഷണത്തിൽ സംഭവിക്കാൻ പോകുകയാ. ഈ പറയുന്ന ദൂതുകൾ വചനത്തിന്റെ അകത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം അത് ചെയ്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. വേഗത്തിൽ ക്ഷണത്തിൽ ചിലത് കാണും. ആമേൻ. നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയൂ. പത്രോസും യോഹന്നാനും ഒരുമിച്ച് ഒരുമിച്ച് പോകുകയാ. അപ്പോഴാണ് ഈ ഭിക്ഷക്കാരൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാ അവരെ. എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതി. ഇല്ല കുഞ്ഞെ, നിനക്ക് എന്തെങ്കിലും തന്ന് നിന്നെ വിടുവിക്കുവാനല്ല സ്വർഗം ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത്. നീ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും കുറച്ചൊന്ന് കിട്ടിയാ മതി. ദൈനംദിന ജീവിതത്തിനപ്പ ഇന്നത്തെ ജീവിതം ഒന്ന് കഴിഞ്ഞാ മതി, ഇന്നത്തെ എന്റെ കാര്യം ഒന്ന് നടന്നാ മതി, എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പോയാ മതി. നോ, ഹല്ലേലൂയ. അപ്പന്റെ പ്ലാൻ ഹല്ലേലൂയ വേറെയാ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ, എന്തെങ്കിലും തരുവാനല്ല അപ്പൻ പ്ലാൻ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം പറയുന്നു. എന്തെങ്കിലും തരുവാനല്ലെന്ന് പ്ലാൻ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പന്റെ ദൃഷ്ടി പതിയുന്ന പകൽക്കാലമാണെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേറ്റെടുത്ത് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ മുമ്പോട്ടുള്ള ദിനങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. കലങ്ങി മറിഞ്ഞ് ഇരുന്ന ചില വിഷയങ്ങളുടെ അകത്ത് തുള്ളിച്ചാടി സ്തുതിക്കത്തക്കവണ്ണ സകല മനുഷ്യർക്കും ഭയം തട്ടുമാറ് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കത്തക്കവണ്ണ ചില വിഷയങ്ങളുടെ നടുവിൽ കുടുംബത്തിന്റെ അകത്ത് മറുപടി പിറകാല വരുന്നുണ്ട്. തളർന്നു പോകരുതെന്ന് വർഷങ്ങൾ കൊണ്ട് ചുമന്ന ചില വിഷയങ്ങൾ, വർഷങ്ങൾ കൊണ്ട് ചുമന്ന് മനസ്സ് കലങ്ങി ഇതിന്റെ അകത്ത് എനിക്കിനി വിടുതലില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ വിഷയങ്ങൾ കലങ്ങി പോകരുത്. വിടുതൽ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു ദൂത് പറയുന്നു, ഉറപ്പിച്ചു നിർത്തുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. കലങ്ങി പോകരുതെന്ന് പിന്നെയും പിന്നെയും ഒരു ദൂത് വിളിച്ചു പറയുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. മുടന്തൻ പറയുക, എനിക്ക് എന്തെങ്കിലും മതിയെന്നും പറഞ്ഞ് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ ഉറ്റുനോക്കുകയാ. പക്ഷേ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്,
ഹല്ലേലൂയ, ഞങ്ങളെ ഒന്ന് നോക്ക്. ഹല്ലേലൂയ, പത്രോസ് പറയുക, ഞങ്ങളെ ഒന്ന് നോക്ക്. ധൈര്യത്തോടെ പത്രോസ് പറയണമെങ്കിൽ പത്രോസിനറിയാ എന്റെ അകത്തുകൂടെ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. ഓ റമാനെ. പത്രോസ് ധൈര്യത്തോടെ വിളിച്ചു പറയണമെങ്കിൽ പത്രോസിനറിയാം എന്റെ അകത്തുകൂടി വ്യാപരിക്കുന്ന ആത്മാവിന് എന്തും ചെയ്യുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. എന്റെ അകത്തുകൂടെ എന്റെ സ്വർഗസ്വനായ ദൈവം എന്റെ അകത്തിട്ട ആത്മാവിന് ഹല്ലേലൂയ എന്തും ചെയ്യുവാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. സാധാരണക്കാരനായ രണ്ട് വ്യക്തികൾ, പത്രോസും യോഹന്നാനും. പത്രോസിന്റെ ജീവിത ചരിത്രം പറയുകയാണെങ്കിൽ പരാജയപ്പെട്ടവനാ, യേശുവിന്റെ കൂടെ നടന്ന വ്യക്തിയാ. സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ തള്ളിക്കളയേണ്ടി വന്നു. ഹല്ലേലൂയ, തന്റെ ഹൃദയം കൊണ്ട് തള്ളി പറഞ്ഞതല്ല, പക്ഷെ സാഹചര്യങ്ങൾ തന്നെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ, പിന്നെ പൊട്ടിക്കരഞ്ഞ് അവൻ തള്ളിക്കളഞ്ഞാലും മാനസാന്തരപ്പെടുന്ന ഉണ്ടെങ്കിൽ വിജയമാ. ഹല്ലേലൂയ, പോയി പൊട്ടിക്കരഞ്ഞു. പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ പൊട്ടിക്കരഞ്ഞാൽ അപ്പൻ കാണും. ആമേൻ, ഹല്ലേലൂയ. യൂദയ്ക്ക് വന്ന ഒരു അവസ്ഥ നമുക്കറിയാം. യൂദ പാപം ചെയ്തു, യേശുവിനെ തള്ളി പറഞ്ഞിട്ട് താൻ ഹല്ലേലൂയ ഹല്ലേലൂയ തനിക്ക് കിട്ടിയ കാശ് കൊണ്ട് താൻ പോയി. ആമേൻ, ഹല്ലേലൂയ. പരിസ്ഥിതികൾ നമുക്കറിയാം. പക്ഷെ പത്രോസിന്റെ ജീവിതത്തിന്റെ അകത്ത് തള്ളി പറയുന്ന ഒരു സമയം തന്റെ ജീവിതത്തിൽ വന്നു യേശുവിനെ. പക്ഷെ താൻ പോയി പൊട്ടിക്കരഞ്ഞ് അപ്പാ എന്ന് പറഞ്ഞു. തന്റെ പാപത്തെ അപ്പൻ ക്ഷമിച്ചു കൊടുത്തു. ഒരിക്കൽ തള്ളിപ്പറഞ്ഞവൻ, പിന്നീട് പരാജയപ്പെട്ടവൻ, തിബരിയാസ് കടൽക്കരയിൽ എല്ലാം പരാജയപ്പെട്ട് നിന്ന പത്രോസ്, ആമേൻ, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ പത്രോസ്, ഹല്ലേലൂയ, പഴയ പടിയിലേക്ക് പോകുവാൻ പടകും വലയും എടുത്ത പത്രോസിനെ യേശുവിന്റെ സ്നേഹം ഹല്ലേലൂയ ഹല്ലേലൂയ മടങ്ങി തിരിച്ചു ചെന്ന് വിളിച്ചെങ്കിൽ മാനസാന്തരപ്പെടുന്ന വ്യക്തിക്ക് വിടുതലുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു പദമുണ്ട്, ഒരു സമർപ്പണ പ്രാർത്ഥന. ആത്മാവൊന്ന് സമർപ്പിച്ചേ വിടുതലുണ്ടെന്ന്. ഹല്ലേലൂയ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ സംസാരിച്ച ഒരു വേട, ഒരു സമർപ്പണം. ആ പാട്ട് ഞാൻ പാടുവാൻ വന്നതല്ല. ഹല്ലേലൂയ. എന്നാൽ സ്വർഗം പറയിപ്പിച്ചു, ആത്മാവ് ഓഹോ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ഇന്ന് പകൽക്കാലം ഇരുന്നാൽ ഒരു വിടുതലുണ്ടെന്ന്. ഓ കഴിഞ്ഞ നാളുകളിലെ പരാജയം നോക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ, കഴിഞ്ഞ നാളുകളിലേതായ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, കഴിഞ്ഞ നാളുകളിൽ ചുമന്ന ഭാരവും കൊണ്ടാണ് ഇന്ന് പകൽക്കാലവും ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഉറ്റുനോക്കിയാൽ, യേശുവിലേക്കൊന്ന് ഉറ്റുനോക്കിയാൽ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കിയ വ്യക്തിക്ക് അവിടെ വിടുതല സംഭവിച്ചത്. അവർ പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കിയെങ്കിലും ഹല്ലേലൂയ ആ കണ്ണ് ചെന്ന് പതിഞ്ഞത് സർവശക്തന്റേതായ കണ്ണിലേക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വ്യക്തി പത്രോസിനെ യോഹന്നാനെയും ഇങ്ങനെ ഉറ്റുനോക്കുന്നത്, പക്ഷെ അപ്പന്റെ കണ്ണിലേക്കാണ് ആ നോട്ടം ചെന്നതെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, സ്വർഗീയ ശബ്ദത്തിന്റെ ഹല്ലേലൂയ അകത്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ, സ്വർഗീയ പിതാവ് അഗ്നിജ്വാലയ്ക്കെത്തിട്ടുള്ള കണ്ണുള്ളവൻ ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് തുറന്ന സ്വർഗത്തിന്റെ കീഴിലാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നതുള്ള. ഭയഭക്തിയോടെ, വിറയലോടെ, ഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഭയത്തോടെ ആയിരിക്കണം, വിറയലോടെ ആയിരിക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ അത് വിറയലോടെ ഏറ്റെടുക്കണം. ആമേൻ. ഭയത്തോടെ ഏറ്റെടുത്താൽ നാം മറ്റുള്ളവർ കണ്ടു ഭയപ്പെടുമാറ് ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. ഇവിടെ മുടന്തന് സൗഖ്യം വന്നപ്പോൾ ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നുണ്ട്, 3:10 അവസാനം വായിക്കുന്നു, ഹല്ലേലൂയ, അവന് 10 വായിക്കുന്നു, ഇവൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. ഹല്ലേലൂയ. ഭയത്തോടെ ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ, മറ്റുള്ളവർ
നമുക്ക് അത് ഭയവും വിസ്മയവുമാകത്തക്കവണ്ണ ഹല്ലേലൂയ വിടുതലിന്റെ ശക്തി വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ എല്ലാവരും ചോദിച്ചു, അവൻ ഈ സുന്ദരം എന്ന ദേവാലയത്തിന്റെ മുമ്പിൽ ഇരുന്നവനല്ലേ? എങ്ങനെയാണ് അവൻ എഴുന്നേറ്റത്? എങ്ങനെയാണ് അവൻ ഈ വിടുതൽ കിട്ടിയത്? ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞപ്പ ഹല്ലേലൂയ, എന്റെ വിഷയത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന വിടുതൽ മറ്റുള്ളവർ കണ്ടു ഭ്രമിക്കപ്പെടുമാറ് ഓ റബശന്തലാരകടകരക ശത്രുക്കൾ അധൈര്യപ്പെട്ടു പോകുമെന്ന്. ഹല്ലേലൂയ. ശത്രുഗണം ഒന്നാകവെ ചെങ്കടലിൽ മുക്കിക്കളയുന്ന ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്ന ശത്രുഗണം ഒന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. വർഷങ്ങൾ കൊണ്ട് ഇരുത്തിക്കറിഞ്ഞ ഏത് വൈരിയുടെ ശക്തികളാണെന്ന് പറഞ്ഞാല്, ഏത് ശത്രുവിന്റെ ബന്ധനമാണെന്ന് പറഞ്ഞാല്, ആമേൻ, മുന്നോട്ട് പോകുവാൻ തടസ്സമായിട്ട് ഒരു ബൗണ്ടറിക്കകത്തിട്ടത് ഏത് ദുഷ്ടപിശാചിന്റെ അന്ധകാര മണ്ഡലങ്ങൾ ഹല്ലേലൂയ മൂടിക്കെട്ടിയ അവസ്ഥയാണെന്ന് പറഞ്ഞാല്, ഇന്ന് രാത്രിയിൽ വിളിച്ചു പറഞ്ഞേ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ ചെങ്കടലിൽ നിന്ന് പുറപ്പെടുവിപ്പിച്ചിട്ട് അവർക്കെതിരെ വന്ന ആ ശത്രുവിനെ ആ ചെങ്കടലിൽ തന്നെ മുക്കിക്കളഞ്ഞ അതേ ദൈവത്തിന്റെ ശക്തി എനിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ ഹല്ലേലൂയ രോഗം ഇട്ടുകൊണ്ട്, ദുഃഖം ഇട്ടുകൊണ്ട്, പ്രതിസന്ധി ഇട്ടുകൊണ്ട്, കടഭാരം ഇട്ടുകൊണ്ട് എന്നെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾക്ക് ഇന്ന് തടയിടുകയാണെന്ന് വിളിച്ചു പറ. ഓ ചില ചെങ്കടലുകൾ വഴിമാറുകയാ. ഇന്നലകളിൽ മൂടിക്കളയുവാൻ വന്ന ചില ചെങ്കടലുകൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾ അത് നോക്കുമ്പോൾ ഇനി അത് കാണത്തില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുകയാ. ഓ നിന്നെ മുക്കിക്കളയുവാൻ വന്ന, നിന്നെ തകർത്ത് കളയുവാൻ വന്ന, ഇല്ലാതാക്കി കളയുവാൻ വന്ന ചെങ്കടൽ മതിൽ പോലെ രണ്ട് സൈഡിലും നിന്നിട്ട് അതിന് നേർവഴിയായിട്ട് ഒരു ഹൈവേ തുറക്കുന്നു. വിശ്വസിച്ചേ. ഹല്ലേലൂയ. മതിൽ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ആമേൻ, മതിൽ അവിടെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ നടുക്കൂടെ തന്റെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് പോകുകയാ. ഹല്ലേലൂയ. മതില് നിൽക്കും. ഓ ചെങ്കടല് നിൽക്കുകയാ. ഹല്ലേലൂയ. എന്തിനാ? വൈരിയെ തകർത്ത് കളയുവാനാ, ശത്രുഗണത്തെ മൂടിക്കളയുവാൻ. ഹല്ലേലൂയ. നിങ്ങളെ എത്തേണ്ടുന്ന എന്നെയും നമ്മെ ഒരുമിച്ച് ഞാനും ഇതിന്റെ അകത്ത് ഇൻക്ലൂഡാ. ഹല്ലേലൂയ. നമ്മളെ എത്തേണ്ടുന്ന സ്ഥാനത്ത് സ്വർഗം എത്തിപ്പിക്കാതെ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എത്തിപ്പിക്കാതെ വിളിച്ചു പറ, എന്നെ എത്തിക്കേണ്ടുന്ന സ്ഥാനത്ത് എനിക്ക് തരാനുള്ള വിടുതൽ ഞാൻ കണ്ടിട്ടല്ലാതെ ഞാൻ ഇരിക്കുന്ന ഇടത്തു നിന്ന് ഞാൻ എഴുന്നേക്കത്തില്ല. ഈ ഫാസ്റ്റിംഗ് പ്രയർ, 7 days ഫാസ്റ്റിംഗ് പ്രയറിൽ വിളിച്ച് ഡിക്ലെയർ ചെയ്യ, ഞാൻ വെച്ചിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് എനിക്ക് ഉത്തരം കിട്ടാൻ പോകുകയാ. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നമേ വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞേ, വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറ, ഞാൻ വിടുതൽ കാണും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയമെടുക്കുക. ഹല്ലേലൂയ. 3:6 പറയുന്ന, ഹല്ലേലൂയ, 3:6 വായിക്കുന്നു, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നാസറേയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ക്ഷണത്തിൽ അവന്റെ കാലും നെരിയാണി മുറച്ച് കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഓ ഒരു ശാരീരികമായ സൗഖ്യം മാത്രമല്ല ആ മുടന്തൻ അവിടെ കിട്ടിയത്, ആത്മീകത്തിൽ ഉയരുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ശാരീരികമായിട്ട് താൻ സൗഖ്യം ആഗ്രഹിച്ച് കാണത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അവിടെ വായിക്കുന്നത് വല്ലതും കിട്ടുമെന്നും പറഞ്ഞിരിക്കുക. സൗഖ്യമൊന്നും താൻ ആഗ്രഹിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ഹല്ലേലൂയ. 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 വിശ്വസിക്കാമോ ദൈവമക്കളെ? പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു എന്ന്. ഓ എനിക്ക് വല്ലതും ഒക്കെ കിട്ടി ഇങ്ങനെ ജീവിതം പോയാൽ മതി, എന്റെ മക്കൾ എന്തെങ്കിലും തന്നിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ചാൽ മതി, അല്ലെ മറ്റുള്ളവർ തന്നൊക്കെ ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞു. നോ. ആമേൻ. ഹല്ലേലൂയ. ഉറ്റുനോക്കിയാൽ ഹല്ലേലൂയ അതിന് തക്ക മറുപടിയാ. യേശുവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി കഴിഞ്ഞാൽ മറുപടി വരുന്നത് ക്ഷണത്തിലായിരിക്കും, മറ്റുള്ളവരെ പരിഭ്രമിപ്പിക്കുന്ന രീതിയിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്.
ക്ഷണത്തിൽ അവിടെ അവന്റെ കാലും നെരിയാണിയും ഉറച്ചെങ്കിൽ, അവൻ കുതിച്ചെഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ച് പുകഴ്ത്തിയെങ്കിൽ, ദൈവമക്കളെ, ശാരീരികമായ വിടുതൽ മാത്രമല്ല, ഫിനാൻഷ്യൽ വിടുതൽ മാത്രമല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ശരീരത്തിന്റെ സൗഖ്യം മാത്രമല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ഒരാത്മീകത്തിന്റെ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ദേവദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് കൂടുമ്പോൾ ചില വിടുതലുകൾ നടക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് ചിലരെ ഉറ്റുനോക്കുമ്പോൾ നിങ്ങളിൽ കൂടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ചില വിടുതലുകൾ ദൈവദാസന്മാർ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. അല്ലെങ്കിൽ സാധാരണക്കാരായിരിക്കാം, ഇന്നലെ വരെ ചിലപ്പോൾ അത്ഭുതങ്ങളൊന്നും കണ്ടു കാണത്തില്ല, കേട്ട് കാണത്തില്ല. ഹല്ലേലൂയ, എന്നിൽ കൂടെ ഇത് നടക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. എഴുന്നേറ്റ് എഴുന്നേറ്റ് സടകുടൻ എഴുന്നേൽക്കുന്ന സിംഹം എന്ന പോലെ ചില അന്ധകാര മണ്ഡലങ്ങളെ പിന്തുടർന്ന് കടന്നു വരുന്ന പിന്തുടർച്ച പോലെ ചില കുടുംബങ്ങളുടെ അകത്ത് കടന്നു വരുന്ന ചില രോഗബന്ധനങ്ങളെ അഴിച്ചു കളയുവാനുള്ള സാമർഥ്യത്തോടെ ചിലരെ ഇതിന്റെ അകത്ത് നിന്ന് സ്വർഗം എഴുന്നേൽപ്പിക്കുക. നിങ്ങൾ കേട്ട ദൂത് മറന്നു പോകരുതെന്ന് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. ഹല്ലേലൂയ, നിങ്ങൾ കേട്ട ദൂത് മറന്നു പോകരുത്. നാളുകൾക്ക് മുമ്പ് പത്രോസ് ഒരു ദൂത് കേട്ടു. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുന്നമേ പത്രോസ് ഒരു ദൂത് കേട്ടു. എന്താ കേട്ടതെന്ന് അറിയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 16:18. ഹല്ലേലൂയ, മത്തായി 16:18. പത്രോസ് ഒരു ദൂത് കേട്ടയാ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിലാ തരുന്നത് കേട്ടോ. ഹല്ലേലൂയ, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുമെന്ന്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്ന്. അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുന്നമേ നാളുകൾക്ക് മുമ്പ് അഖിലാണ്ടത്തിന്റെ ഉടയവനായ യേശു കർത്താവ് പത്രോസിനോട് നേരിട്ട് പറഞ്ഞൊരു വാക്കാ, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഇന്ന് രാത്രിയിൽ ഇന്ന് ഈ പ്രഭാതത്തില് ഹല്ലേലൂയ പത്രോസിനോട് അന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നാം വായിക്കുമ്പോൾ ഇത് നമ്മോട് സംസാരിക്കുക, നിങ്ങളോട് ഈ വചനം സംസാരിക്കുക. ഒരപശത്തിനെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അല്ല മനധുരമാനകശത്തിനെ ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏറ്റെടുത്തേ ഏറ്റെടുത്തേ ഏറ്റെടുത്തേ. ഹല്ലേലൂയ, ഏറ്റെടുത്തേ ഏറ്റെടുത്തേ. ഏറ്റെടുക്കുന്നവർക്ക് വിടുതല അറിബല ഹതുനിരിക ശത്തനാലവ. ചില വ്യക്തികളെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെയും സാധാരണ വ്യക്തിയെ പോലെയാ നടക്കുന്നേ. എന്നിൽ കൂടെയോ എന്ന് സംശയിക്കുകയാണോ? ചെറിയാനങ്ങളെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ചിലതിനെ ഡിക്ലെയർ ചെയ്തോ. ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തന്നിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവം. ഭൂമിയിൽ വിശ്വാസത്തോടെ അഴിച്ചോ. ഹല്ലേലൂയ, ദാനിയേൽ ബ്രദറെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഹല്ലേലൂയ ഇരുന്ന് പറ, എന്റെ കയ്യില് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തന്നിട്ടുണ്ട്. അറമന കതുനിക ശന്തലെ, ഏത് പാതാള ശക്തി എന്റെ കുടുംബത്തിന് നേരെ, എന്റെ ജോലിക്ക് നേരെ എഴുന്നേറ്റ് വന്നെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ജയിക്കത്തില്ല. ആ ദാനിയേൽ ഷോം എന്ന് പറയുന്ന ഡിവൈസിൽ ഇരിക്കുന്ന ആ ബ്രദറിനോട് സ്വർഗം സംസാരിക്കുക. ഹല്ലേലൂയ, വിശ്വാസത്തോടെ ചിലത് ഡിക്ലെയർ ചെയ്യുക. ഹല്ലേലൂയ, സ്വർഗം പറയുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ, വിശ്വസിച്ചുകൊണ്ട് വേണം പറയാൻ, വിശ്വസിച്ചുകൊണ്ട് കൽപ്പിച്ചോ. ഭൂമി ചിലത് പിന്തുടർന്ന് കടന്നു വരുന്ന ചിലതിനെ പിടിച്ചു നിർത്തുന്ന അഭിഷേകമുണ്ട്. പക്ഷെ ഞാൻ സാധാരണക്കാരനാണോ? അല്ല, അല്ലേ അല്ല. ഇവിടെ പത്രോസ് സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയിൽ കൂടെയാണ് ഒരു മുടന്തൻ എഴുന്നേറ്റതെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ഇരുന്നു പോയ, ആരൊക്കെയോ കൊണ്ട് ഇരുത്തിക്കളഞ്ഞ ഒരു വ്യക്തിക്ക് ക്ഷണത്തിൽ അവിടെ വിടുതൽ കിട്ടിയെങ്കിൽ സ്വർഗം സംസാരിക്കുന്നു. ഹല്ലേലൂയ, വിശ്വാസത്തോടെ ചിലതിനെ ഡിക്ലെയർ ചെയ്യാൻ. ഹല്ലേലൂയ, ഒന്നിലധികം കുടുംബങ്ങളോട്, ഹല്ലേലൂയ, ചില ദൈവദാസന്മാരോട് സ്വർഗം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് ഏറ്റെടുത്തേ. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിങ്ങൾ അതിനെ ഡിക്ലെയർ ചെയ്തേ. ആമേൻ. ഇപ്പോൾ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് ആമേൻ, 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 ആമേൻ. കണ്ണൂർ ഹല്ലേലൂയ ഇരിക്കുന്ന ഇടത്തുകൊണ്ട് സിസ്റ്റർ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. ആമേൻ. തന്നെത്താൻ അത് ഡിക്ലെയർ ചെയ്തേ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തന്നെ ഹല്ലേലൂയ നിലവിളിക്കുന്ന ചില വിഷയങ്ങളുണ്ടെന്ന് സ്വർഗം
സ്വർഗം പറയുക, ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഓ റബശത്തിന് വിടുതൽ സമീപയുണ്ട്, വിടുതൽ നിന്റെ സമീപയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാൻ ചില കണ്ണുനീരുകൾ ഹല്ലേലൂയ തുരുത്തിയിൽ പകർന്നിട്ടുണ്ടെങ്കിൽ ഓ റബശന്തല റമാനക ശന്തലേ ഹല്ലേലൂയ ചില കണ്ണുനീർ താഴ്വരകൾ ഹല്ലേലൂയ ഓ ഡബരക ശന്തല അത് ചില മറുപടികളായി അത് മാറാൻ പോകുകയാ റബശന്തലേ ഹല്ലേലൂയ. സിനിമോളാൻജിയെ ഹല്ലേലൂയ വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്തേ ഹല്ലേലൂയ. നിനക്ക് സ്വർഗം ഒരു അധികാരം തന്നിട്ടുണ്ട് പ്രിയ ആന്റി. സ്വർഗം പറയുന്നത് ഞാൻ ചില അധികാരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഹല്ലേലൂയ. ഞാൻ സാധാരണക്കാരിയല്ല, എന്നിൽ കൂടെ നടക്കുമോ? ഓ ചിന്ത വേണ്ട, നോ 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്ത് ഇരിക്കുന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ആദരത്തിൽ തന്നെയാ മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ തന്നെയാ. എന്തു പറയുന്നു അത് സംഭവിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ഇത് പ്രഭാതം പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുകയാ. സാധാരണക്കാരായ രണ്ട് വ്യക്തികളെ കൊണ്ട് ഹല്ലേലൂയ അവരുടെ സംസാരത്തിന്റെ അകത്ത്, അവരുടെ നോട്ടത്തിന്റെ അകത്ത് സർവശക്തന്റേതായ നോട്ടമുണ്ടായിരുന്നു. അവരുടെ സംസാരത്തിന്റെ അകത്ത് സർവശക്തന്റേതായ ശബ്ദമുണ്ടായിരുന്നു. എങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കൂടി വന്നിരിക്കുന്ന 51 ഡിവൈസിന്റെ അകത്ത് സാധാരണക്കാരായ വ്യക്തികളെ കൊണ്ട് സ്വർഗം ചിലത് ഇന്ന് പകൽക്കാലം അത് ചെയ്തെടുപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ ബീനയാജിയെ ഹല്ലേലൂയ ചിലത് ഡിക്ലെയർ ചെയ്യുമ്പോൾ അഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഈ 7 days കഴിയുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിന്ന് പ്രിയ കർത്തൃദാസിയെ ചില മറുപടിയുടെ വിഷയങ്ങൾ ഓ റിബ രഹസ്യത്തിന്റെ ഉത്തരം അത് കേൾക്കാൻ പോകുകയാ. ഹല്ലേലൂയ ഏറ്റെടുത്ത് കണ്ണുനീരോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഇരുന്നു പോയ ചില വിഷയങ്ങൾ, ഇരുത്തിക്കളഞ്ഞ ചിലരുടെ വിഷയങ്ങളുടെ അകത്ത് അർമാന ഹദുന രഗശന്തലെ ഓ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഭ്രമിക്കത്തക്കവണ്ണം ചില മറുപടികൾ വന്നുകൊണ്ടിരിക്കുകയാ. റബല ഹത്തുന റബശന്തൽ അൽക്കാര ഹത്തുനെ അലമാന ഹത്തിനി കാൽക്കാന ഹത്തുന ജഗ ഏറ്റെടുത്ത ചില വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ ഇനി ഇതിന് മറുപടി കിട്ടുമോ? ഹല്ലേലൂയ ഓ ഇത് എന്തുകൊണ്ട് എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ അതിനെല്ലാം പിറകോട്ട് വലിച്ചു കളഞ്ഞിട്ട് ഹല്ലേലൂയ കർത്താവ് അപ്പച്ചൻ പറയുന്നു വിശ്വാസത്തോടെ അധികാരത്തോടെ ഡിക്ലെയർ ചെയ്തു. ഹല്ലേലൂയ ഇനിയും ചിലത് അഴിഞ്ഞു മാറേണ്ടതിനെ അഴിച്ചു മാറ്റി ഒരു വിടുതൽ മുന്നിൽ തന്നെ ഉണ്ടെന്ന് സ്വർഗം പറയുന്നു. അത് മനുഷ്യന്റെ കരത്തിൽ നിന്നല്ല, സ്വർഗം തന്നെ നേരിട്ട് ചിലയിടത്ത് ദൈവം നേരിട്ട് ഇറങ്ങും. ആമേ ഹല്ലേലൂയ ഓ ഇവിടെ ഈ മുടന്തനെ കൊണ്ട് ഇരുത്തിയവരിൽ കൂടെ അല്ലെന്ന് ഹല്ലേലൂയ വിടുതൽ നടന്നത്. എല്ലാ ദിവസവും കൊണ്ടിരുത്തുന്നുണ്ട്, പക്ഷേ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അതിനുവേണ്ടി 2 വ്യക്തികളെ നിയോഗിച്ച് അവിടെ കൊണ്ടുവരികയാ. മുടന്തൻ വിചാരിച്ചു എവരിൽ കൂടെയാ ഒന്നും എനിക്ക് വിടുതലൊന്നും കിട്ടത്തില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടി ഇങ്ങനെ സന്തോഷകരമായിട്ട് ഓരോ ദിവസവും ഓ ദൈവത്തിന്റെ പ്ലാൻ മറ്റൊന്നാകട്ടോ. ഹല്ലേലൂയ നീ ദൈവത്തെ സ്തുതിക്കണമെന്ന് ജസീറേനി സിസ്റ്ററെ ഹല്ലേലൂയ നിന്റെ വിചാരത്തിനും അപ്പുറമാ സ്വർഗം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പലപ്പോഴും വിചാരിച്ചു എനിക്ക് ഇങ്ങനെയൊക്കെ പോയാ മതി, എനിക്ക് ദൈനംദിന ജീവിതത്തിലെങ്കിലും അപ്പ എനിക്ക് സന്തോഷം ഒന്ന് കിട്ടിയാ മതി, എനിക്കൊരു സമാധാനം കിട്ടിയാ മതി, ഓരോ ദിവസവും എനിക്ക് ഹല്ലേലൂയ ഇങ്ങനെ സന്തോഷത്തോടെ പോയാ മതി. നോ ഹല്ലേലൂയ കലങ്ങി മറിയുന്ന വിഷയങ്ങളുടെ നടുവില് ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗം പറയുന്നു നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ ഹല്ലേലൂയ നിന്റെ വിചാരങ്ങളെക്കാളും ഹല്ലേലൂയ ഉന്നതമായിരിക്കുക. റബലഹദിനെ വിശ്വാസത്തിൽ നിലനിൽക്കുക, പ്രാർത്ഥിക്കുക, തളർന്നു പോകരുത്. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് കണ്ണുനീരൊഴുക്കി ഹല്ലേലൂയ ചില വിഷയങ്ങൾക്ക് വേണ്ടി മുട്ടിൽമേൽ നിൽക്കുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഉണ്ടെന്ന് സ്വർഗം പറയുന്നു. ഒന്നും കൂടെ പ്രിയ സിസ്റ്ററോട് സ്വർഗം സംസാരിക്കുന്നു, നീ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേ മുട്ടിന്മേൽ നിൽക്കുമെങ്കിൽ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞു നിലവിളിച്ച് ചില വിഷയങ്ങളുടെ നടുവിൽ സ്വർഗം ചിലത് ഹല്ലേലൂയ മറ്റുള്ളവരെ
മറ്റുള്ളവരെ ഭ്രമം പിടിപ്പിക്കുമാറ്, മറ്റുള്ളവർക്ക് ഹല്ലേലൂയ അതിശയപ്പെടുത്തുമാറ് ചില മറുപടികൾ മുന്നിലുണ്ടെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് റിബല ഹദുനകാരകശന്തലെ ഇവിടെ നോക്കിക്കോണം. ആമേൻ. ഹല്ലേലൂയ. 8-ാം വാക്യം, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. ഇന്നലെ വരെ ദൈവാലയ ഗോപുരത്തിന്റെ മുറ്റത്തിരുന്നവൻ ഇതാ അകത്തേക്ക് കടക്കാൻ പോകുകയാ. ഇന്നലെ വരെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും മേടിച്ച് ജീവിച്ചവൻ ഇപ്പോൾ ഇതാ നടന്നു തുള്ളി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആലയത്തിന്റെ അകത്തേക്ക് കയറാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രശസ്തന്മാരോട് കൂടെ ചിലരെ ഉന്നതന്മാരോട് കൂടെ സ്വർഗം വീണ്ടും വീണ്ടും പറയുന്നു. ഇന്നലെ വരെ ചിലപ്പോൾ പുറത്തായിരിക്കാം, ഇന്നലെ വരെ ചിലപ്പോൾ ഹല്ലേലൂയ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കാൻ പോകുകയാ സ്വർഗം. റീമാനകശത്തനെ ഹല്ലേലൂയ. ഇന്നലെ വരെ മാന്യതയില്ല, ഇന്നലെ വരെ യാതൊരു ഉന്നതിയുമില്ല, ഇന്നലെ വരെ ഒരേ ഇരിപ്പിലിരുന്നതാ, ആരെങ്കിലും ഒക്കെ തന്നാ മതി എന്നുള്ള ചിന്തയോടിരുന്നതാ. പക്ഷെ സ്വർഗം പറയുന്നു ഹല്ലേലൂയ തള്ളിക്കളഞ്ഞതിനെ ഞാൻ മൂലക്കല്ലാക്കി മാറ്റും. ആരോടുള്ള ദൂതാ ഇത്? ആമേ. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നിന്ദിക്കപ്പെട്ട് തകർക്കപ്പെട്ട വേളയില് എവിടെയൊക്കെയോ മാറ്റി നിർത്തിയ, പല സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി, എനിക്ക് പദവിയില്ല, സൗന്ദര്യമില്ല, ഹല്ലേലൂയ ശുശ്രൂഷയില്ല, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ പോലും മാറ്റി നിർത്തി, ഉദ്ദേശിച്ച പദവികൾ പോലും തരാതെ, ആ സ്ഥാനത്ത് പോലും കൊണ്ടിരുത്താതെ ഹല്ലേലൂയ റിബല ഹദുനിബ പുറത്ത് തള്ളിക്കളഞ്ഞ ചിലതിനെ സ്വർഗം പറയുന്നു ഞാൻ നിന്റെ ദേവാലയത്തിന്റെ അകത്തേക്ക് കയറ്റാൻ പോകുകയാ. റീമാനകശത്തനെ ആ വചനം അതുപോലെ തന്നെ വിശ്വസിച്ചേ ഇവിടെ നോക്കിക്കോണേ. ഹല്ലേലൂയ. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് കടന്നു. ആരാ കടന്നത്? ആലയത്തിന്റെ മുൻപിൽ ഗോപുരവാതിലക്കിങ്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ അവരോട് കൂടെ തുള്ളിച്ചാടി ദൈവാലയത്തിന്റെ അകത്തേക്ക് കടന്നെങ്കിൽ ഇതിൽ നിന്ന് ഭയങ്കര ദൂത സ്വർഗം കൊണ്ടുവരുന്നത്. ചിലരുടെ പൊസിഷനെ പോലും സ്വർഗം മാറ്റാൻ പോകുകയാ. ചിലരുടെ പൊസിഷൻ ഇതിന്റെ അകത്ത് നിന്ന് മാറാൻ പോകുകയാ. ഇന്നത്തെ ഡേറ്റ് ഇട്ടത് എഴുതി വെച്ചോ. സർവശക്തനായ ദൈവം അതുപോലെ സംസാരിക്കുന്നു. ചില കുടുംബത്തിന്റെ അകത്ത് കുഞ്ഞുങ്ങളുടെ പൊസിഷൻ മാറും, മാതാപിതാക്കളുടെ പൊസിഷനുകളെ സ്വർഗം മാറ്റാൻ പോകുകയാ. ഇന്നലെ വരെ നീ പുറംപോക്ക് പോലെ കിടന്നതായിരിക്കാം, ഇന്നലെ വരെ ഹല്ലേലൂയ ഭിക്ഷ യാചിക്കുന്നത് പോലെ കിടന്നതായിരിക്കാം, മറ്റുള്ളവരിൽ നിന്നും ചോദിച്ചു വാങ്ങിക്കുന്നതായിരിക്കാം. പക്ഷെ കടഭാരത്തിന്റെ അകത്തായിരുന്നോ റംഷാമ തുള്ളിച്ചാടി കുതിച്ചുകൊണ്ട് ഹല്ലേലൂയ റീമാനബ ഹല്ലേലൂയ സർവശക്തന്റെ ദൃഷ്ടി പതിഞ്ഞാൽ വിശ്വാസത്തോടെ ഉറ്റുനോക്കണം. യേശുവിലേക്ക് വിശ്വാസത്തോടെ ഉറ്റുനോക്കിയാൽ മാത്രമേ വിടുതലുള്ളൂ. ഹല്ലേലൂയ. അപ്പന്റെ മുഖത്തേക്ക് വിശ്വാസത്തോടെയാ ഉറ്റുനോക്കിയത്. ഹല്ലേലൂയ. പത്രോസിനോടും യോഹന്നാനോടും ഉറ്റുനോക്കിയത്. പത്രോസും യോഹന്നാനും പറഞ്ഞു, നീ എന്നെ ഒന്ന് നോക്ക്. ഹല്ലേലൂയ. അവർക്കറിയാം എന്നെ നോക്കുന്നത് സർവശക്തനെയാ, സർവശക്തന്റെ അധികാരത്തിന്റെ കീഴിലാ ഞങ്ങളായിരിക്കുന്നത്. എന്നെ നോക്കിക്കഴിഞ്ഞാൽ അപ്പന്റെ കരം അവിടെ ചലിക്കും. ഹല്ലേലൂയ. പത്രോസിന് യോഹന്നാന് നല്ലതുപോലെ അറിയാം. ദൈവമക്കളെ ഈ വചനങ്ങളൊക്കെ വന്ന് ഹല്ലേലൂയ ഷെയർ ചെയ്യുന്നവരുടെ ഹല്ലേലൂയ അവർക്ക് ഒന്നുമില്ലെന്ന്, ആമേൻ, ശക്തിയും ബുദ്ധിയും കഴിവും എല്ലാം ഉയരത്തിൽ നിന്ന് വന്നിട്ടാ ഹല്ലേലൂയ സാധാരണക്കാരനായ വ്യക്തികളെ പോലെയാ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന. പക്ഷെ എന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരുടെയും പഠനത്തിന്റെയോ ഡിഗ്രിയുടെയോ ഒന്നും കഴിവല്ല. അപ്പൻ എന്തെങ്കിലും പറയാതെ, അയച്ചവൻ എന്തെങ്കിലും ചെയ്യാതെ ഒന്നും ഈ ഉലകത്തിൽ നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചേ, നിങ്ങൾ ആരും എന്നെ ശ്രദ്ധിക്കണ്ട. ആമേൻ. ഈ അപ്പന്റെ വചനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പത്രോസിലും യോഹന്നാനിലും കൂടെ വ്യാപരിച്ച അതേ ദൈവത്തിന്റെ ശക്തി ഞാൻ വിശ്വാസത്തോടെ പറയുകയാ. ഇന്ന് പകൽക്കാലവും ഇരുത്തി കളഞ്ഞ ചില വിഷയം കൂടെ അകത്ത് സ്വർഗം ഇറങ്ങി നിൽക്കുന്ന സമയമായത്.
ഗ്ലോറി ടു ലോർഡ് ജീസസ്. യേശുവിന്റെ രക്തം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പൻ പൂർത്തി വരുത്തുന്നവനാ. പൂർണ്ണതയില്ലാത്ത ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് ആരായിരിക്കുന്നത്? ആമേൻ. പൂർണ്ണതയില്ല, പൂർണ്ണതയില്ല, ഒന്നിനും ഒരു പൂർണ്ണതയില്ല. പകുതി വഴിക്ക് കൊണ്ട് എല്ലാം വേസ്റ്റ് ആയി പോകുകയാണ്. എവിടെയൊക്കെയോ ബിസിനസ്സുകൾ തുടങ്ങി, ജോലിക്കകത്തേക്ക് പ്രവേശിച്ചു, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പൂർണ്ണതയില്ലാതെ എവിടത്തേക്കെയോ മാറി വരികയാ. ബിസിനസ്സുകൾ പാതി വഴിയിൽ ലോസ്റ്റ് ആയി പോകുന്ന അനുഭവങ്ങൾ. അൽമാന ഹത്തുനെ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാല ഓ റബ പരിശുദ്ധ ആത്മാവ് ചില പദങ്ങൾ പറയുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ഒന്ന് നോക്ക്. അല്പസമയം ഒന്ന് ദൃഷ്ടി ഒന്ന് പതിപ്പിച്ച്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു, ആമേൻ, ചിലത് പൂർണ്ണതയിൽ എത്തിക്കാൻ പോകുകയാ. ലീപ്ഷാലാറാമ, ഇന്നലെ വരെ നിന്നെ ബ്രേക്ക് ചെയ്ത ചെങ്കടലുകൾ, ഇന്നലെ വരെ മുന്നിലേക്ക് കടന്നു വന്ന ചെങ്കടലുകളെ, ഹല്ലേലൂയ, ക്ഷണത്തിലാണ് അവിടെ വിടുതൽ നടന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്നലെ വരെ എന്നും ഈ ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ ഇരുന്ന ആ വ്യക്തിക്ക് ക്ഷണത്തിൽ അവിടെ വിടുതൽ നടന്നെങ്കിൽ, അൽമാന ഹത്തൂരാബാരാബ, നാളുകൾ കൊണ്ട് പിന്തുടർന്നു വന്ന ഒരു പിന്തുടർച്ച പോലെ ശത്രുവായവൻ മാറി മാറി കൊണ്ടിടുന്ന ചില അസ്വസ്ഥതകളാ, രോഗങ്ങൾ, ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ആ കുടുംബങ്ങളുടെ അകത്തേക്ക് ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒന്ന് ആരാധിച്ച് അല്ലെങ്കിൽ പിന്തുടർന്ന് വന്ന ചിലതിന് ഇന്ന് പകൽക്കാലം അതിനെ സ്വർഗം ബ്രേക്ക് ഇടാൻ പോകുകയാ. റിബലഹദുനി, ചില കുടുംബങ്ങളുടെ അകത്തേക്ക് ആ ദൈവ സാന്നിധ്യം ചെന്ന് വീഴുക. എനിക്കറിയാം. ഇന്ന് പകൽ ഒരു വിടുതലിന്റെ ശക്തി ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അല്പസമയം ഒരു ഡെലിവറൻസ് ആയിട്ട് ഈ മീറ്റിംഗ് വഴിമാറുകയാ. ആരാധിച്ച് ചില കുടുംബത്തിന്റെ അകത്ത് ആ ദൈവ സാന്നിധ്യം ചലിക്കുകയാ. പിന്തുടർച്ച പോലെ ദൈവത്തിൻ്റെതായ ശക്തി ഹല്ലേലൂയ കടന്നു വരുമ്പോൾ പിന്തുടർച്ചകൾ വഴിമാറുകയാ. രോഗമിട്ടുകൊണ്ട്, ഹല്ലേലൂയ, ഭാരമിട്ടുകൊണ്ട്, തകർച്ചയിട്ടുകൊണ്ട്, ജോലിക്കകത്ത് കൂരിരുട്ടുകളെ പോലെ ഇരുട്ട്, ഞങ്ങളുടെ ആശയെല്ലാം നശിച്ചു പോയി. ഞങ്ങൾക്ക് ഇനി ആശയില്ലെന്ന് ആരാ പറയുന്നേ? ഇതിന്റെ അകത്ത് ആശയില്ല. കർത്താവ് ചില വാക്കുകൾ കൊണ്ടുവരികയാ. ഹല്ലേലൂയ, ആശയെല്ലാം നശിച്ചു. വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ച് ഞാൻ രക്ഷപ്പെടും എന്നുള്ള ആശയാറ്റുപോയി. ആരാ പറയുന്നേ? ഞാൻ രക്ഷപ്പെടും, ഇനി എനിക്ക് ആശയില്ല. വളരെ നാളുകളായിട്ട് ഈ കൂരിരുട്ടിന്റെ അനുഭവമാ. ധൈര്യപ്പെടു. അപ്പൻ പറയുന്ന ഒരു വാക്കുണ്ട്, ധൈര്യപ്പെടു. നിന്നെ എത്തിക്കേണ്ടുന്ന തുറമുഖത്ത് സ്വർഗം ചിലതിനെ കൊണ്ട് എത്തിക്കാൻ പോകുകയാ. അൽമാന ഹതുനാരമക്ഷന്തല്, ആരാ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്? അപ്പാ, എനിക്ക് പോകാൻ കഴിയത്തില്ലേ വിദേശങ്ങളിലേക്ക് പോകുവാൻ? ഹല്ലേലൂയ, എവിടെയൊക്കെയോ ഹല്ലേലൂയ പ്രതികൂല ബന്ധനം ഇട്ടുകൊണ്ട് ആശ നശിച്ചു പോയ അവസ്ഥകളില് ഏതോ കുടുംബങ്ങൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഏതോ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട്, ആമേൻ, ഹല്ലേലൂയ, ചില പ്രതികൂലങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇനി ആശ നശിച്ചു പോയല്ലോ അപ്പാ, ഞങ്ങൾ രക്ഷപ്പെടും, ഞങ്ങൾ ഇനി ആ തുറമുഖം കാണത്തില്ലെന്ന് ഏത് കുടുംബമാ വിശ്വസിക്കുന്നത്? ഇന്ന് പകൽക്കാലം അതിന് ഹല്ലേലൂയ സ്വർഗം അതിനെ വഴി മാറ്റിക്കൊണ്ടു പോകുകയാ. പറയുന്ന ഒരു ദൈവശബ്ദമുണ്ട്, നീ ധൈര്യപ്പെട്. പൗലോസ് കേട്ട ഒരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നെ റോമിലെത്തിക്കും. ഞാൻ നിന്നെ റോമിലെത്തിക്കും. ഹല്ലേലൂയ, റൂട്ട് മാറ്റി സ്വർഗം ഈ ദൂതിലേക്ക് ഇന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഇതിന്റെ അകത്ത് കൂടി ഇന്ന് ഏതോ കുടുംബത്തിന്റെ അകത്ത് സ്വർഗം സംസാരിക്കുക. ഞാൻ നിന്നെ റോമിലെത്തിക്കുമെന്ന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ, പൗലോസേ, നീ ഇറങ്ങി തിരിച്ച നാള് മുതൽ, നീ അവിടേക്ക് ടിക്കറ്റ് എടുത്ത നാള് മുതൽ, നീ കപ്പൽ കയറിയ നാള് മുതൽ, നീ പ്രതീക്ഷ അർപ്പിച്ച വളരെ വ്യക്തമായി സ്വർഗം ഇടപെടുകയാ. ഹല്ലേലൂയ, ഇറങ്ങി തിരിച്ച നാള് മുതൽ ആ യാത്രയെ തടയുന്നതിനു വേണ്ടി കൂരിരുട്ടുകളാകുന്ന ബന്ധനങ്ങൾ, തകർന്നു പോകുന്ന ഹല്ലേലൂയ ബന്ധനങ്ങൾ സകലവും ഒന്നിനു പുറകെ ഒന്നായി കേറി വരുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾ ഇനി രക്ഷപ്പെടുമെന്നൊന്നും തോന്നുന്നില്ല. അതുപോലെ മാറി മറിഞ്ഞിരിക്കുക
സിറ്റുവേഷനുകൾ. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു, പൗലോസേ ഹല്ലേലൂയ, നീ ധൈര്യപ്പെട, നിന്നെ എത്തിക്കേണ്ടുന്ന ഇടത്ത് ഞാൻ കൊണ്ട് എത്തിക്കുമെന്ന്. കപ്പൽ തകർന്നു പോയോ, ഭാരപ്പെടേണ്ട. ഒരു പലക കഷണം മാറ്റി വെച്ചിട്ടുണ്ട് സ്വർഗം. ഓരോ പക്ഷി പിടിച്ച് കയറുന്നതിനു വേണ്ടി ഒരു വ്യക്തിയെ ദൈവം നിനക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ടെന്ന്. സകലരും കൂടെ നിന്നവരെല്ലാവരും മാറിപ്പോയി. ആമേൻ. ചില വ്യക്തികളോട് പരിശുദ്ധൻ പറയുക, കൂടെ നിന്നവർ സകലരും മാറിപ്പോയി. പറഞ്ഞ വാക്കുകൾ പോലും ഹല്ലേലൂയ മാറ്റി പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഹല്ലേലൂയ, ഏയ് ഹല്ലേലൂയ. പറഞ്ഞ വാക്കുകൾ പോലും മാറ്റി പറഞ്ഞെങ്കിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ജീവിതമേ സ്വർഗം പറയുന്നു, നീ തകരത്തില്ല. നിനക്ക് വേണ്ടി ഒരു പലക കഷണത്തിൽ നീ പിടിച്ച് നീ കയറാൻ പോകുക. ഒരു പലകയെ സ്വർഗം മാറ്റി വെച്ചിട്ടുണ്ട് നിനക്ക് കയറാൻ വേണ്ടി. ഹല്ലേലൂയ. നീ കാണുന്ന ശുഭ തുറമുഖത്ത് എത്താൻ വേണ്ടി ഞാൻ ചിലതിനെ ബാക്കി ഒരു അടയാളം പോലെ വെച്ചിട്ടുണ്ടത്. ഇത് ദൈവ സാന്നിധ്യം, ഭയങ്കര ദൈവ സാന്നിധ്യം നടന്നുകൊണ്ടിരിക്കുക എന്റെ അകത്ത്. എനിക്കറിയാം ഹല്ലേലൂയ. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഓരോ കുടുംബത്തിന്റെ അകത്തും നിങ്ങളെ ഈ പറയുന്ന ദൂതുകൾ ഇന്ന് പകൽക്കാലം അത് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ടച്ച് ചെയ്യുക മാത്രമല്ല, ഉറ്റു നോക്കുന്നവർക്ക് വിടുതല ക്ഷണത്തിലാ സംഭവിക്കുന്നത് കേട്ടോ. ഇന്ന് പകൽക്കാലം ക്ഷണത്തിൽ ചിലത് നടന്നുകൊണ്ടിരിക്കുക. കേൾക്കുന്ന ദൈവശബ്ദങ്ങളൊന്നും മറന്നു പോകരുതേ ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രതികൂലം വന്നാൽ കയ്യിൽ പിടിച്ചിരിക്കുന്നവൻ ബലവാനാ. ആമേൻ. വിശ്വസിച്ചോണം, നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ ബലവാനാ. വീഴ്ത്തുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ലെന്ന് ശത്രുഗണം മാറി നിന്നുകൊണ്ട് പറയും, നീ വീണു പോകും, നിന്നെ ഞാൻ തകർത്ത് കളയ, നിന്നെ ഞാൻ ഉടച്ചു കളയ, നിന്നെ നീ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടെത്തിക്കത്തില്ല, നീ ഉദ്ദേശിക്കുന്ന ആ ബിസിനസ് ഞാൻ നിന്നെ കൊണ്ട് പൂർത്തീകരിക്കത്തില്ല. ബലവാനവൻ, എന്റെ ബലവാനായ അഖിലാണ്ടത്തിന്റെ ഉടയവൻ എന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറ. ഹല്ലേലൂയ. വാ കൊണ്ട് ഡിക്ലെയർ ചെയ്തേ, എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ദുഷ്ടപിശാചേ നീയല്ല, ഞാൻ യേശുവിന്റെ രക്തം കൊണ്ട് വില കൊടുത്ത് വാങ്ങിയവനാ. എന്റെ യേശു കർത്താവ് വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാ. തന്റെ അവസാന തുള്ളി രക്തം പോലും എനിക്ക് വേണ്ടി ഊറ്റി തന്നെങ്കിൽ ഞാൻ എന്റെ കർത്താവിന്റെ പ്രിയ മകനാ. ഹല്ലേലൂയ. വിളിച്ചു പറയാവോ? ഏത് അന്ധകാര മണ്ഡലത്തിനും ഹല്ലേലൂയ എന്നെ തകർത്ത് കളയുവാൻ പറ്റത്തില്ലെന്ന് വിളിച്ചു പറയാവോ? തകർന്നു പോകുന്ന കപ്പലിനെ പോലെ എല്ലാം ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രതീക്ഷയ്ക്ക് വകയില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല, കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. നീ എവിടെയാണോ എത്തിക്കപ്പെടേണ്ടത്, ഹല്ലേലൂയ, ഇന്ന് രാവിലത്തെ സമയം ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ഒരു പാട്ട് പാടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മലയാളം പാട്ടുകൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ല, ഇവിടെ എല്ലാം ഹിന്ദി പറയുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു 2 ലൈൻ എന്റെ ഓർമ്മയിൽ നിൽക്കുകയാ. തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകുമോ. ഹല്ലേലൂയ. എന്നെ വളരെ ടച്ച് ചെയ്ത ഒരു പാട്ടാ അത്. ആമേൻ. നീ പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കിക്കളയാൻ കഴിയുമോ. ആമേൻ. തന്നെത്താൻ പറഞ്ഞേ ഇരിക്കുന്ന ഇടത്തും ഇരുന്നുകൊണ്ട് പറ, ഞാൻ തീയിൽ കൂടെയാ നടക്കുന്നത്, പക്ഷെ തീയെ നിനക്കെന്നെ ഹല്ലേലൂയ വെന്ത് കളയാൻ പറ്റത്തില്ല. ആമേൻ. ഞാൻ പെരുവെള്ളത്തിന്റെ മീതെയാ നിൽക്കുന്നത്. പെരുവെള്ളങ്ങൾ എന്റെ തലയ്ക്ക് മീതെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെയും കവർന്നു പോകുന്ന അഭിഷേകം എന്റെ അകത്തുണ്ട്, അപ്പൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുങ്ങിപ്പോകത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രമല്ല, പ്രവൃത്തിയിൽ കൂടെ കൊണ്ടുവന്ന് അഭിഷേകത്തിൽ നിന്നുകൊണ്ട് എഴുന്നേൽക്കണ. ഹല്ലേലൂയ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ സൗഖ്യമായി നമ്മെ മാറോട് ചേർത്ത് നിർത്തുന്ന അപ്പന്റെ മുന്നിലാ നിൽക്കുന്നത്. ആമേൻ, 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 ആമേൻ. ഒരിക്കലും ആ ദേവദാസന് ഇതിന്റെ അകത്ത് ഇല്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ആ 4 ലൈൻ ഞാൻ പാടിപ്പിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഇതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ ആ 4 ലൈൻ ഒന്നും കൂടി ഒന്ന് പാടാം. ഇന്നെന്തോ ആ പാട്ടിന്റെ അകത്ത് ചില വിടുതൽ നടക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഇതിന്റെ അകത്തുണ്ടോ? രാവിലെ വർഷിപ്പ് ചെയ്ത് ആ 4 ലൈൻ തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകുമോ? ഹല്ലേലൂയ. വെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം ആ ദൈവശക്തി ഇതിന്റെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. റിബലഹതുന. ചില തീ പോലെയുള്ള ഹല്ലേലൂയ അവസ്ഥകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ പെരുവെള്ളങ്ങൾ പോലെ കടന്നു വരുമ്പോൾ പാട്ടിന്റെ അകത്തുകൂടെയും അഭിഷേകം വ്യാപരിക്കും. ചിലതിന്റെ ദൂരാത്മ ബന്ധനത്തെ പൊട്ടിക്കാൻ ദാവീദ് അവിടെ കിന്നരം എടുത്തപ്പോൾ ആ രാവിലെ പാടി ദൈവദാസൻ വർഷിപ്പ് ചെയ്ത ദൈവദാസനോട് പരിശുദ്ധാത്മാവ് അന്നേരം തന്നെ സംസാരിച്ചൊരു ദൂതുണ്ട്. ചിലതിന്റെ ദുരാത്മ മണ്ഡലത്തെ അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് പാടുമ്പോൾ തന്നെ ദാവീദ് കിന്നരം എടുത്തപ്പോൾ ശൗലിന്റെ ദുരാത്മ മണ്ഡലം പൊട്ടിയെങ്കിൽ ഇന്ന് പകൽക്കാല സ്വർഗം പ്രിയ ദൈവദാസനോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ചില ദുരാത്മ മണ്ഡലങ്ങൾ ഹല്ലേലൂയ പിന്തുടർന്ന് കടന്നു വരുന്ന ചില അന്ധകാര ശക്തികൾ കർത്താവിന്റെ ദാസനെ ആ വർഷിപ്പിന്റെ അകത്തു നിന്ന് ഹല്ലേലൂയ ചിലത് വഴിമാറി പോകുമെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ആ പദത്തിന്റെ അകത്ത് സ്വർഗം സംസാരിച്ചതാ. തീയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഇതിന്റെ അകത്തുണ്ട്. പെരുവെള്ളങ്ങൾ എന്നെ മുക്കിക്കളയുമോ എന്ന് വിചാരിക്കുന്നവർ ഇതിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഈ രോഗത്തിൽ എനിക്ക് സൗഖ്യമില്ലയോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്തൊരു വിടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ സ്വർഗം പറയുകയാ. അഭിഷേകത്തിന്റെ നിറവിൽ ആ ദൈവദാസന 4 ലൈൻ ഒന്ന് പാടുമ്പോൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ആരാധിച്ച് തന്നെ കൂട്ടത്തിൽ ആരാധിക്കണം. വീഡിയോ ഓൺ ചെയ്യാവുന്നവർ എല്ലാവരും ഓൺ ചെയ്തേ. ഹല്ലേലൂയ. ഇന്നൊരു വിടുതൽ അഭിഷേകം ആ പാട്ടിന്റെ അകത്ത് നടക്കാൻ പോകുക. പ്ലീസ് ദൈവദാസനെ. ഹല്ലേലൂയ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത പൂജങ്ങളാൽ മറുടണച്ചവൻ ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിത. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചവൻ ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിത. തൻ പുനരുത്ഥാനത്തിൽ ശക്തി ഞാൻ ധരിക്കുവാ, തന്റെ മരണത്തോടെ ഏകീഭവിക്കുവാ. തൻ പുനരുത്ഥാനത്തിൽ ശക്തി ഞാൻ ധരിക്കുവാ, തന്റെ മരണത്തോടെ ഏകീഭവിക്കുവാ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാ, നീ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിത. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാ, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിത. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ സൗഖ്യമായി, ഘോര വിപത്തുകളെ എന്നെ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടോ. ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിത, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. കാൽവരി ക്രൂശിൽ കാണോ സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാമെന്നെ ദൈവ മിത്രമാക്കിയേ, രക്തവും ചിന്തി യേശു നിന്നെ രക്ഷിപ്പാനാ. ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ ഹല്ലേലൂയ, രോഗത്തിൽ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ
ശാശ്വത ഭുജങ്ങളാ മാറൂടച്ചവ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിത ഈ ഹല്ലേലൂയ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിത Glory to God. രോഗത്തിന് സൗഖ്യം തരുന്ന ദൈവം, ആ ദുഃഖത്തിന് ആശ്വാസം തരുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ നമ്മളെ ശക്തീകരിക്കും, അവൻ നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. രോഗത്തിൽ ദുഃഖത്തിൽ ആശ്വാസമായി പ്രൈസ് ദി ലോർഡ് കർത്താവായ യേശു കർത്താവ് വളരെ നിയോഗത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ സ്വർഗം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ദൈവദാസനെ ഇതിന്റെ അകത്തേക്ക് ആ പാട്ട് പാടാൻ സ്വർഗം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഹല്ലേലൂയ ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ പദ്ധതി ഇന്ന് പകൽക്കാലം ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വചനങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുക. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ആയിരുന്നേ രോഗത്തിൽ സൗഖ്യമായി. ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം നടന്നുകൊണ്ടിരിക്കുകയാമേ. ഹല്ലേലൂയ ഗലാത്യർ 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ. ആ ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ രോഗത്തിലും ദുഃഖത്തിലും തീച്ചൂള പോലെയുള്ള അവസരങ്ങളിലും ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പാട്ടുകൾ പാടുമ്പോൾ വിശ്വാസത്തിന്റെ വചനങ്ങൾ പറയുമ്പോൾ അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം ചില കൂടാരത്തിന്റെ അകത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ഈ വരും മണിക്കൂറുകൾ നിങ്ങൾക്ക് തന്നെ ജീവിതത്തിന്റെ അകത്തത് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. വളരെ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ചലിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഇനി ഒരു വിടുതലില്ല എന്ന് ഹല്ലേലൂയ ദൈനംദിനം ആ ദേവാലയത്തിന്റെ മുമ്പിൽ ഇരുന്ന ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി ജീവിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ദൈവത്തിന്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ, യേശു കർത്താവിന്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ അവിടെ ഒരു വിടുതൽ നടന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന് അവസാന തുള്ളി രക്തം തന്ന് നമ്മെ ചേർത്ത് നിർത്തി തന്റെ ചങ്കില ചോര കൊണ്ട് നമ്മെ വീണ്ടെടുത്ത ആ പ്രിയന്റെ മുമ്പിലാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. നമുക്ക് ഹല്ലേലൂയ നമ്മുടെ അപ്പനെ നോക്കിക്കൊണ്ട് നമ്മുടെ പ്രിയ പിതാവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാം. തുള്ളിച്ചാടി പുറത്തിരുന്ന വ്യക്തി തുള്ളിച്ചാടി ആലയത്തിന്റെ അകത്തേക്ക് കടക്കുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ പുറത്ത് കിടക്കുന്നതിനെ ഒക്കെ ചേർത്ത് നിർത്തി മൂലക്കല്ലാക്കുന്ന അഭിഷേകത്തിന്റെ നടുവിലായി ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലായി ചില ഉന്നതന്മാർക്കൊപ്പം നിർത്തുന്ന അഭിഷേകമായി ഇന്ന് പകൽക്കാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ ആ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തായി ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. പിന്നെ പരിശുദ്ധൻ പറയുക, ചില ഉന്നതന്മാരോട് കൂടെ ചിലത് ഇതിന്റെ അകത്ത് നിന്നും ഹല്ലേലൂയ നിൽക്കാൻ പോകുകയാണ്. പുറത്ത് കിടന്ന കൽപാത്രങ്ങളുടെ അകത്ത സ്വർഗം ഹല്ലേലൂയ തന്റെ ആദ്യത്തെ അത്ഭുതം ചെയ്യുവാൻ കൽപാത്രങ്ങളെ എടുത്തത്. ആമേൻ ഹല്ലേലൂയ. പുറത്ത് കിടന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചപ്പോൾ അത്ഭുതം നടന്നേ. ഹല്ലേലൂയ. ഞാൻ എന്നും ഇങ്ങനെയാ കിടക്കുന്നതെന്ന് ആരും ഹല്ലേലൂയ വിചാരിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പന്റെ ദൃഷ്ടി ഇന്ന് പകൽക്കാലവും പതിഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കർത്താവെ, ഈ മിനിറ്റ് മീറ്റിംഗിനെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ദാസിയെ കുടുംബമായി മിനിസ്ട്രിയെ ഏൽപ്പിക്കുന്നു. ദൈവ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുന്നതിന്
നന്ദി പറയുന്നു. ഈ വരും ദിവസങ്ങൾ കർത്താവ് ഈ ഫാസ്റ്റിംഗ് വളരെ അനുഗ്രഹമാക്കി സ്വർഗം വഴി മാറ്റണം. ഇന്ന് പകൽക്കാല ഈ കേട്ട ദൂത് അത് എല്ലാ കുടുംബത്തിന്റെ അകത്ത് അത്ഭുതമായി ഹല്ലേലൂയ എന്റെ കർത്താവിനോട് ഒരു പടിയും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് തുള്ളിച്ചാടിയ യഹോവയെ സ്തുതിക്കത്തക്കവണ്ണം ഹല്ലേലൂയ ഈ ദിവസങ്ങൾ അത് വഴിമാറാൻ പോകുന്നതിന് നന്ദി പറയുന്നപ്പ. നന്ദിയോടെയെങ്കിൽ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.